ഈ റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന ബുക്കിനെ പറ്റി 2 മിക്സഡ് അഭിപ്രായം കേട്ടിട്ടുണ്ട്. ഒന്ന് അവരെ നശിപ്പിച്ച ഒരു ബുക്കാണെന്നും ഒന്ന് നല്ലൊരു അവരെ ഡെവലപ്പ് ചെയ്തൊരു ബുക്കായിട്ട് കാണിക്കുന്നുണ്ട്. എന്താണ് നിർവൻ്റെ ഒരു പേഴ്സണൽ ചോയ്സ്? എൻ്റെ പേഴ്സണൽ ചോയ്സ് ഞാൻ ആദ്യമേ വളരെ ചെറുപ്പത്തിൽ തന്നെ വായിച്ചൊരു ബുക്കാണ്. വളരെ ഒരു പോസിറ്റീവ് ഇത് തന്ന ഒരു ബുക്കാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അമേരിക്കൻ ഓതറാണ്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളാണ് പുള്ളി എഴുതുന്നത്. അത് നമ്മൾ ഇവിടെ വായിച്ചിട്ട് അതേപോലെ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നടക്കത്തില്ല. പക്ഷേ എന്താണ് അസറ്റ്, എന്താണ് ലയബിലിറ്റി എന്നുള്ളതൊക്കെ ഒരു ക്ലാരിറ്റി വന്നത്. ഞാനൊരു അക്കൗണ്ടിങ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളാണ്. അപ്പോൾ അവിടെ ഡിപ്രിസിയേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുറേ പറയും. ഇപ്പോൾ ഇവിടെയും നമ്മൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഡിപ്രിഷിയേറ്റിംഗ് അസറ്റ് എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ അവിടെ ആ പേഴ്സണൽ ഫിനാൻസിലേക്ക് വരുമ്പോൾ എന്താണ് എക്സാക്ട്ലി എന്താണ് അസറ്റ്, എന്താണ് ലയബിലിറ്റി എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായത് ഈ റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന് പറഞ്ഞ ബുക്ക് കൊണ്ട് തന്നെയാണ്. ഒരു ക്ലാരിറ്റി നമുക്ക് വരും. പിന്നെ ഈ പറഞ്ഞ കണക്ക് ഇപ്പോൾ ഒരു അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ആകുമ്പോൾ അതിനായിട്ടുള്ള വ്യത്യാസം അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ നെഗറ്റീവായിട്ട് ബാധിക്കും. അതിനകത്തുനിന്ന് ആ ഒരു എന്താണ് എസൻസ് നമ്മൾ എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു വീടിനെ കുറിച്ച് തന്നെ പറയുമ്പോൾ വീടെന്ന് പറയുന്ന ഒരു അസറ്റാണോ ലയബിലിറ്റി ആണോ എന്നുള്ളതാണ് അതിനകത്ത് ചോദിക്കുന്നത്. അപ്പോൾ വീടെന്ന് പറയുന്നത് ഫിനാൻഷ്യലി നോക്കുമ്പോൾ അത് ലയബിലിറ്റിയാണ്. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സെലിബ്രിറ്റിക്ക് വീടെന്ന് പറയുന്നത് ഒരു അസറ്റുമാണ്. നമുക്കൊരു വാല്യൂ ഉണ്ടാക്കാൻ, നമുക്കൊരു വാല്യൂ അതിനകത്തുനിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു സാധനവും അസറ്റാണ്. അപ്പോൾ അവിടെ ഒരു സബ്ജക്റ്റ് നേച്ചർ ഉണ്ട്. അതെ അത് നമ്മൾ അതിൻ്റെ ആ എസൻസിൽ നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു ബുക്ക് തന്നെയാണ് റിച്ച് ഡാഡ് പുവർ ഡാഡ്. അത് ചിലപ്പോൾ വായിച്ചിട്ട് ചിലപ്പോൾ മനസ്സിലാകാത്തതായിരിക്കും നെഗറ്റീവായിട്ട് പറയുന്നത്. ഓക്കെ.